ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാക്രമേ ത്രെഡ് കൊണ്ടുള്ള ഒരു വാൾ ക്ലോക്കാണ്. വളരെ ഭംഗിയുള്ള ഒരു വാൾ ക്ലോക്കാണ് ഇത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു MDFിൻ്റെ ബേസാണ്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാ വുഡ് കളറായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. സാധാ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3mm ട്വിസ്റ്റഡ് കോഡാണ്. ഈ ഒരു നല്ലൊരു ബ്ലോസം കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ത്രൂ ഔട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ 2 ഡിസൈൻ, അതിൻ്റെ മിഡിലിൽ ചെറിയ ഡിസൈൻ. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 കോഡുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. 80 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 6 കോഡുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഓരോ കോഡുകളെയും കറക്റ്റ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൽ വരുന്ന ഡിസൈൻസൊക്കെയാണ് ഇതിൽ വരുന്ന പോലെ നമ്മൾ സെൻറ്ററിലുള്ള ഡിസൈനുണ്ട്, അതേപോലെ തന്നെ ഈ വലിയ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ ക്ലോക്കിന് 4 ഡിവിഷനായിട്ട് ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മളിപ്പം ചെയ്യുന്നത് കാണിച്ചിട്ടും എത്രണ്ണം വേണം എന്നുള്ളത്. അത് നമുക്ക് തിക്നെസ്സൊക്കെ അനുസരിച്ച് മാറും കേട്ടോ. ഓരോ എത്ര വേണം കോഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഈ എടുക്കുന്നത് 6 കോഡ് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലാക്സ് ഹെഡ് നോട്ട് വഴി, നോർമൽ ബേസിക് നോട്ടായ ലാക്സ് ഹെഡ് നോട്ട് വഴി ഈ 6 കോഡുകളെയും ഈ ഒരു MDF ബേസിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ട്യൂട്ടോറിയൽ പോയി ചെക്ക് ചെയ്താൽ മതി. എല്ലാ നോട്ട്സിൻ്റെയും ക്ലാരിഫിക്കേഷൻ അതിലുണ്ട്. നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടാത്തതുകൊണ്ടാണ് പേര് മാത്രം ജസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലാക്സ് ഹെഡ് നോട്ട് വഴി ഓരോ കോഡുകളെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായി ക്ലോസ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഗ്യാപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്കിങ്ങനെ ഗ്യാപ്പ് കൂടുതലില്ലാതെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അധികം ഈ ബ്ലാക്ക് കളർന്ന പോർഷൻസൊന്നും അധികം കാണാത്ത രീതിയിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രിഞ്ചസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഞ്ചസ് വെച്ചിട്ടുള്ളതും ചെയ്യാം. എനിക്ക് ഫ്രിഞ്ചസ് ഇല്ലാതെയാണ് പൊതുവിൽ ഇഷ്ടം. ഒന്നുമില്ലാതെ ഫ്രിഞ്ചസ് ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഷ്ടപ്പാടായിട്ടാണ് തോന്നാറുള്ളത്. നമ്മൾ കോംബ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അതിനെ കറക്റ്റ് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫിനിഷിങ് എപ്പോഴും കിട്ടുകയും വേണം. പിന്നെ ഞാൻ കുറച്ചുകൂടെ അതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലൂ വെച്ചിട്ട് ചെയ്യാതെ സാധാ നോർമൽ അതിൻ്റെ ഫ്രിഞ്ചസ് ഇല്ലാത്ത രീതിയിലുള്ള ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ ഞാൻ കൂടുതൽ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ് വരിക. പക്ഷേ 2 രീതിയിലും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫ്രിഞ്ചസ് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ 6 കോഡുകൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിസൈൻ കണ്ടാൽ മനസ്സിലാക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു സ്ക്വയർ നോട്ടാണ്. ആദ്യത്തെ റോയിൽ 3 സ്ക്വയർ നോട്ട്, പിന്നെ 2 സ്ക്വയർ നോട്ട്, പിന്നെ ഒരു സ്ക്വയർ നോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ സ്ക്വയർ നോട്ടിൻ്റെ വീഡിയോവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് 4 കോഡ് എടുക്കുക, അത് വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ള 2 സ്ക്വയർ നോട്ട് കൂടെ കെട്ടിക്കൊടുക്കുക. കുറേ പേര് എൻ്റെ അടുത്ത് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ട്യൂട്ടോറിയൽസൊക്കെ നമുക്ക് ഇങ്ങനെയല്ലാതെ ഓൺലൈനായിട്ടും പഠിപ്പിച്ചു തരുമോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ പഠിപ്പിച്ചു തരുമോ എന്നുള്ളത്. ഞാൻ 2 രീതിയിലും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. യൂട്യൂബ് വീഡിയോസ് കൂടാതെ തന്നെ നമ്മൾ 1-on-1 ആയിട്ടുള്ള സെഷനുണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള ഓൺലൈനായിട്ട് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഓഫ്ലൈനായിട്ടും എനിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഞാൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. യൂട്യൂബിൻ്റെ അടിയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇനി ഈ ഒരു സെറ്റിനെ 2 പാർട്ടായിട്ട് തിരിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ 6 കോഡും റൈറ്റ് സൈഡിൽ 6 കോഡും ഉണ്ടാവും. എന്നിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഫസ്റ്റിലെ കോഡിനെയാണ് ഇവിടെ ഫില്ലർ കോഡായിട്ട് വെക്കുന്നത്. ബാക്കിയുള്ള 5 കോഡുകളെയും വർക്കിംഗ് കോഡാക്കി വെച്ചുകൊണ്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക.
ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 80 സെൻറ്റിമീറ്റർ കോഡ് എടുത്തു. അപ്പം ചിലർക്കൊക്കെ ഭയങ്കര ഡൗട്ടാണ് എങ്ങനെയാണ് കോഡ് മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക്ഷോപ്പിലാണ് കൂടുതലും പഠിപ്പിക്കാറുള്ളത്. കാരണം ഒരുപാട് ലാഗ് വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ കൂടുതലും കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലാണ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ കോഡുകളും കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല ഒരിക്കലും. ഇപ്പോൾ ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഡിസൈനൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ബാച്ചിനുള്ളത് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം ബാക്കി വരുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള നെക്സ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അത് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ കുറച്ചുകൂടെ ത്രെഡിൻ്റെ വേസ്റ്റേജ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് വേണ്ടിയിരുന്ന ത്രെഡിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. കാരണം പലർക്കും അത് അറിയാത്ത കാര്യമാണ്. അപ്പോൾ അതിൽ കുറേ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നാമത് മാക്രമേ കോഡ്സ് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാഷ് കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുകൂടാതെ തന്നെ ഇതിങ്ങനെ കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാൻ എത്രയോ ബോക്സസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറുള്ളത്. പിന്നെ ഓരോ ബുക്കൊക്കെ കീപ്പ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക, ഓരോ പ്രാവശ്യം ഇതിന് എത്ര ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡും സെയിം ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് തന്നെയാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിലോട്ടേക്കാണോ ചെയ്യുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ടേക്കാണ് ഞാനിത് തന്നെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് കെട്ടി കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം ഏത് സൈഡിലോട്ടേക്കാണോ നമ്മൾ ഒരു തവണ ചെയ്തിട്ടുള്ളത് അതേ സൈഡിലോട്ട് തന്നെ നെക്സ്റ്റ് ടൈമും ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലെയർ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പിന്നെ ഒരു ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടിൻ്റെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. സെയിം ഇപ്പോൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഫിനിഷിങ്ങിൽ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ ഈ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് അത് നന്നായി ക്ലോസ് ആയിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായാലും ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുന്നതിനേക്കാളും കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. പിന്നെ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് ഇങ്ങനെ മിറേഴ്സും അതേപോലെ തന്നെ ക്ലോക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇരുന്ന് തന്നെ ചെയ്താൽ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം ചെറിയ ചെറിയ വർക്ക്സാണ് വരുന്നത്. അപ്പോൾ അതോരോ ഇതിപ്പോൾ 12 ഇഞ്ചിൻ്റെ ബേസാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇതിലൊക്കെ നിറയെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും. അതൊക്കെ നമ്മൾ ക്ഷമയോടുകൂടെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മാക്രമേ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം പേഷ്യൻസ് തന്നെയാണ്. നല്ല പേഷ്യൻസോട് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വർക്കായിട്ട് നമുക്ക് അവസാനം അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ കിട്ടും. നമ്മൾ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ വർക്ക്ഷോപ്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്ന തരുന്നതാണ്. പിന്നെ കൂടുതലും മെസ്സേജ് അയച്ചാലാണ് നല്ലത്. ഇപ്പോൾ ഇൻ കേസ് ഞാൻ അറിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ അടിയിലാവുന്ന സമയത്ത് ഓരോ കാര്യം അത് ബ്രോഷറൊക്കെ ഉണ്ടാകും. അപ്പോൾ ബ്രോഷറൊന്നും നമുക്ക് സെൻഡ് ചെയ്ത് തരാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഒരു സെറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിഡിലിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈന് ഈ തൊട്ടടുത്തുള്ള 2 പാറ്റേൺസിൻ്റെ ഗ്യാപ്പിലൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ വീണ്ടും ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 കോഡും റൈറ്റ് സൈഡിൽ നിന്ന് 2 കോഡും എടുത്തിട്ട് വീണ്ടും ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുന്നു. അത് നന്നായി ടൈറ്റ് ചെയ്യണം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ഒരു ഗ്യാപ്പ് അധികം ഉണ്ടാകാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വീണ്ടും 2 ലെയറായിട്ട് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു തേർഡ് കോഡ് എടുക്കുക. തേർഡ് കോഡ് എടുത്തതിന് ശേഷം അതിന് ഫില്ലർ കോഡായിട്ട് വെച്ചുകൊണ്ട് ബാക്കിയുള്ള 2 കോഡുകൾ വെച്ചിട്ട് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് കെട്ടി കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ബീഡ്സൊക്കെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ഫ്രിഞ്ചസ് വെക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓരോരുത്തർ ഓരോ ഐഡിയാസ് ആണല്ലോ ഉണ്ടാവുക.
പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. പേഴ്സണലായിട്ടും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് 4th കോഡ് എടുക്കുന്നു. അതിനെ ഫില്ലർ കോഡാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള 3 കോഡുകളെ വർക്കിംഗ് കോഡാക്കി എടുത്തുകൊണ്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടി കൊടുക്കുക. 3 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ 3 ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. ഇതിലൊക്കെ ഞാൻ കണ്ടില്ലേ, ആ മിഡിൽ പോർഷനിലെത്തിയ സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ടേക്കാണ് കോഡിനെ നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുത്തത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക് നമ്മൾ ചെരിച്ച് വെച്ചതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ ഡിസൈൻ. അതാണ് എപ്പോഴും മാക്രമേ ചെയ്യുമ്പോൾ കുറച്ചൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പോയിൻറ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. സമയമെടുത്ത് ഓരോ ഇതൊക്കെ നമ്മൾക്ക് സമാധാനത്തിൽ ചെയ്യാം, ഓരോ വർക്ക്സും. പിന്നെ ട്വിസ്റ്റഡ് കോഡാകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കൈ കുറച്ച് റഫായിരിക്കും ഈ കോഡ് വെച്ച് ചെയ്യുന്ന സമയത്ത്. കോഡ് നല്ല റഫായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് കുറച്ച് പെയിനൊക്കെ എടുക്കും, പക്ഷെ എന്നാൽ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ത്രൂ ഔട്ട് ഈ ഒരു സെഷനിൽ മൊത്തം ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു കളറായിരുന്നു അത് എനിക്ക് കിട്ടിയ കോഡ്. പിന്നെ അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന കോഡ്സ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിതിൽ ഫ്രിഞ്ചസ് വെക്കുന്നില്ല എന്നുള്ളത്. അതിന് പകരം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ബാക്ക് സൈഡിലോട്ടേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു മിററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാൽ കൂടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെയും ചെറിയൊരു ടിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലെങ്ത്ത് കൂടിയതുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നന്നായി ചൂടായതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിൽ സൈഡിൽ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയുള്ള ഹോൾസിൻ്റെ ഇടയിലൂടെ അത് കാണാൻ പാടില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ അതിൻ്റെ പുറത്ത് എന്തായാലും ഈ ഒരു കളറ് ഗ്ലൂവിൻ്റെ കളറൊക്കെ കാണും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഓരോ ത്രെഡുകളെയും ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഒട്ടിച്ചിട്ടുള്ള ഫൈനലായിട്ടുള്ള രൂപമാണിത്. ഇനി ഇതിൽ നീഡിലും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോക്ക് ഇവിടെ ഫിനിഷ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചതിൻ്റെ ഒരു ഇതുണ്ടാകും, പക്ഷേ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് പിന്നെ പറഞ്ഞു വരുമൊന്നുമില്ല, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ ചെക്ക് ചെയ്യുക എല്ലാം കറക്റ്റായിട്ടാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് സെൻറ്ററിൽ നമ്മൾ നീഡിലും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിയൊക്കെ അടിച്ച് അതിൻ്റെ ബാക്കി ഫിറ്റിങ്സൊക്കെ വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ. നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കാണ് ഇത്. ഒരു വൈറ്റ് വാളിലൊക്കെ വെച്ചാൽ നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.